താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് സിംഗർ അൻവർ. അൻവർ, ഹായ് ചേച്ചി. മൈലാഞ്ചി മഞ്ജുള്ള വീട് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ വിചാരിച്ചു പെരുന്നാൾ അടുപ്പിച്ച് വിളിക്കാം. അപ്പൊ ആ ഒരു പെരുന്നാൾ ഫീലും ഉണ്ടാവും. പാടി തന്നെ തുടങ്ങാല്ലേ? പാടി തുടങ്ങിയിട്ട് അതിന്റെ വിശേഷം പറയാം. പുത്തനിലങ്ങയ്ക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ, ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റങ്കിനി താമര പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി കൂട്ടാതെ, കണ്ണാടി കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തോപ്പിലിന്ന മാരൻ വന്നു തേനാടേ, കണ്ണാളെ റങ്കിനി താമരപ്പൂന്തേനെ, താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. അഫ്സൽ യൂസഫ് അല്ലേ? അഫ്സൽ യൂസഫ് സംഗീതജ്ഞ. എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ നന്നായി പോകുന്നു. ഈ പാട്ട് വന്നപ്പോഴാണ് എനിക്ക് നോമ്പിന്റെ കാര്യമൊക്കെ ഓർമ്മത്. മൈലാഞ്ചി പാട്ടല്ലേ, നല്ല മൈലാഞ്ചി പാട്ടും നല്ല സുന്ദരമായ നമ്മുടെ റമദാന്റെ ഭാഗമായിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ആ ഒരു ഭക്തിയുടെ പാതയിൽ സഞ്ചരിച്ച് മൈലാഞ്ചി ഈ പാട്ടിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ തന്നെ തുടങ്ങണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹം. അതാണ് ഞാൻ എല്ലാ നോമ്പും പിടിക്കാറുണ്ട്. ഒരു നോമ്പും വിടാറില്ല, മിക്കവാറുള്ളത്. എന്നെ കണ്ടില്ലേ? പിന്നെ ഭയങ്കര ദീനിയായതിന്റെ ഒരു മാറ്റമാണ്. ദീനിയായ മാർഗത്തിലാണ്. അപ്പൊ അത് നമ്മളെ ശരീരത്തിനും കിട്ടി, മനസ്സിനും കിട്ടി, ഇങ്ങനെ പോകുന്നു. ശരിക്കും പകല് മുഴുവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നല്ല എന്താ പറയുക, ശരീരത്തിനും മനസ്സിനും ഒന്ന് സുഖപ്പെടുത്തി ഒന്ന് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ട് തുടങ്ങും. ആ വിരുന്ന സമയത്ത് അധികം വലി വിരിച്ച് കഴിക്കാണ്ടിരുന്ന കുറച്ചുകൂടെ ഫലം കിട്ടും. അതെ, ആളുകൾ നേരെ തലതിരിച്ച് വരുന്ന സമയത്തൊക്കെ ഒരുപാട് ഈ വിരുന്ന് പറയുമ്പോൾ നോമ്പ് മുറിക്കുന്ന സമയം, ആ സമയത്തായിരിക്കും മിക്കവാറും ഇഫ്താറുകൾ വരിക. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കഴിക്കരുത്. ഒരുപാട് കഴിക്കാൻ നമ്മളെ വയറുപ്പായിരിക്കും. ചില ആളുകൾ നല്ല ആഹാരം കഴിക്കാറുണ്ട്. ചില ആളുകൾ നോമ്പ് സമയത്താണ് നന്നാവാറുള്ളത്. ഞാൻ നേരെ തിരിച്ച അതാണ് എൻ്റെ. വെയിറ്റ് കൂടും, തടി കൂടും. ചേച്ചി പോലെ ഞാൻ നേരെ തിരിച്ച, എന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്തായാലും. അൻവറിന്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അൻവറിന് ആ ഒരു ഓർമ്മ? ഫസ്റ്റ് റെക്കോർഡിംഗ് അൻവർ കുറച്ച് ടെൻഷൻ്റെ ആളെ, എത്രയൊക്കെ തമാശ പറഞ്ഞാലും അത് സ്റ്റുഡിയോയിൽ മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ മാത്രം. ലൈവിന് ഒരു പേടിയില്ല. ഇപ്പം ആര് ഫ്രണ്ട് ഇരുന്നാലും, ആരൊക്കെ ഉണ്ടെങ്കിലും, ബാക്ക് സ്റ്റൈൽ ആരുണ്ടായിരുന്നാലും, ഇനിയിപ്പോൾ എത്ര നമ്മളെ പേടിപ്പെടുത്തുന്ന ആളുകളുണ്ടായിരുന്നാലും, പേടിപ്പെടുത്തുന്ന ആളെന്ന് പറയുമ്പോൾ നല്ല സീനിയർ ആയിട്ടുള്ള ചില വലിയ ലെജൻസിനെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും. പക്ഷേ വേദിയിൽ ഒരു ലൈവ് പെർഫോം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. അടിച്ച് പറത്തി ഒരു പ്രോഗ്രാം, അടിച്ച് വിട്ടു ഒരു പക്ക. പക്ഷെ നേരെ ഉൾട്ടയാണ് റെക്കോർഡിങ്. ഇപ്പോഴും എനിക്ക് മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറയൂലേ, ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്ന അവസരത്തിൽ എനിക്കൊരു റെക്കോർഡിങ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കും, ആരുടെ മ്യൂസിക്കാണ്, ആരാണ് സംഗീതം, അയ്യോ അദ്ദേഹം ഇനി പാടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അദ്ദേഹം നമ്മളെ ഇട്ട് ഇങ്ങനെ പാടിപ്പിച്ച് കൊല്ലുന്ന ടൈപ്പാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചില റെക്കോർഡിങ്ങിനെ ഒഴിവാവാറുണ്ട്. പേടിച്ചിട്ടാണ് കേട്ടോ, പേടി മനസ്സിൽ വരുമ്പോഴാണ്. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് പേടിയുണ്ട് റെക്കോർഡിങ്. അത് മാറ്റണ്ട്. കാര്യം യു ആർ എ വെരി സീനിയർ സിംഗർ. ഇത്രയും വർഷം കൊണ്ട് അൻവറിന് എന്തുകൊണ്ടാണ് അത് അൻവർ ഒരു ശരിക്കും പറഞ്ഞ ഈ പേടി നമുക്ക് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി തോന്നുന്നു? ഒരു പരിധി വരെ പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ആ പേടി മാറ്റിയല്ലേ റെക്കോർഡിങ് പാടാൻ പറ്റുള്ളൂ. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കും. പാകപ്പെടുത്തി ഒരു പാകമാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് കയറുക, ബൂത്തിലേക്ക് കയറുക, വോയിസ് ബൂത്തിലേക്ക് കയറുക. അങ്ങനെ പാടിയാണ് പല പാട്ടുകൾ വരെ ഉള്ളതിൽ ഇങ്ങനെ ഏറ്റവും അയ്യോ എങ്ങനെയായിരിക്കും റെക്കോർഡിംഗ് എന്നും വിഷമിച്ച് പോവുകയും പക്ഷെ റെക്കോർഡിംഗ് ഇറ്റ് കെയിം ഔട്ട് വെൽ എന്നുള്ള രീതി ഏറ്റവും നന്നായി വരികയും ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അത് എന്താ പറയുക, ഈ ജുഗ്നൂര് തന്നെയാണ്, കാഴ്ചയിലെ പാട്ട് തന്നെയാണ്. കാരണം അത്
ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കും മോഹൻ സിത്താര സാറ്. അതുപോലൊരു പാട്ട് എനിക്ക് തരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഹിന്ദി പാട്ട്, അന്നോട് ഹിന്ദി അറിയാമെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുന്നത്. ഹിന്ദി പാടാറുണ്ടോ? അപ്പോൾ ഇത്രയും പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയാം, ഞാൻ ഹിന്ദി പാടാറുണ്ട്. വേദികളിലൊക്കെ ആവശ്യം പോലെ ഹിന്ദി സോങ്സ് പാടാം. അവിടെ ചെല്ലുമ്പോൾ ഹിന്ദിയല്ല, ഹിന്ദിയുമായിട്ട് ബന്ധമുള്ള മറ്റൊരു ലാംഗ്വേജാണ്, കച്ച് ലാംഗ്വേജാണ്, ഗുജറാത്തിലെ കച്ച് ലാംഗ്വേജ്. അപ്പോൾ ഞാനങ്ങ് തലേന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന പോക്കാം. തലേന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നേരെ രാവിലെ 9 മണിക്ക് സാറിൻ്റെ വീട്ടിൽ ചെല്ലാം. പ്രോഗ്രാം രാത്രി 10 മണിക്ക് തീരുമെന്ന് പ്രതീക്ഷിച്ച പ്രോഗ്രാം തീരുന്നത് വെളുപ്പിന് 1 മണിക്കാണ്. മൂവാറ്റുപുഴയാണ് എൻ്റെ നല്ല ഓർമ്മയുള്ള. മൂവാറ്റുപുഴ പ്രോഗ്രാം കഴിഞ്ഞ് സാറിൻ്റെ വീട്ടിൽ എത്തുമ്പോൾ 8 മണി, തൃശ്ശൂർ. അവിടെ നേരെ അവിടെ നിന്ന് കാപ്പി കുടിച്ച് 1 മണിക്കൂർ അവിടെ ഇങ്ങനെ ഇരുന്ന് സോഫയിൽ ഇങ്ങനെ പതുക്കെ ഉറങ്ങി വീണ്ടും മുഖമൊക്കെ കഴുകി ഞാൻ സ്റ്റുഡിയോയിലേക്ക്, ചേതന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ്. അത് നന്നായി വരുന്ന ഒരിക്കലും മതി. കഴുത്ത് മുളുക്കി ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് കഴുത്ത് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ തിരിയണമെങ്കിൽ ബോഡി മൊത്തം തിരിയണം, അങ്ങനെ തിരിഞ്ഞു വന്നാലേ ബോഡി തിരിയണം. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ പാട്ട് പാടുന്നത്. പറഞ്ഞ് വിശ്വസിക്കുമോ? ഞാൻ ആലോചിച്ചത് നമ്മുടെ കൊച്ചിൻ ഹനീഫ ആ പാടുന്ന സമയത്ത് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പാടിയൊരു പാട്ടാണ്. എന്തോ ഒരു ഭാഗ്യം പോലെ അതൊരു കരിയർ ചേഞ്ച് തന്ന ഒരു പാട്ട്. വളരെ നല്ലൊരു ബ്രേക്കായിരുന്നു, നല്ലൊരു ബ്രേക്കായിരുന്നു. പക്ഷെ ഇത്തരം ബ്രേക്ക് എന്ന പാട്ടിനെ നമ്മളങ്ങ് ഓർമ്മിക്കാതെ പോകുന്നത് ശരിയല്ല. അത് എന്തായാലും ഞാനിപ്പം കുറേ ഏത് ഇൻ്റർവ്യൂ വന്നാലും ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകൾ, ജയന്തി ചേച്ചിയെ പോലെ എടുക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് വളച്ച് തിരിച്ചു കൊണ്ടുവന്ന് ജിഗുരനിൽ കൊണ്ട് ഒപ്പിച്ച് 4 വരി പാടിപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല നമുക്ക്. കാര്യം മാസ്റ്റർ പീസ് ആണ്. തീർച്ചയായിട്ടും അത് 4 വരി നമുക്ക് പാടാം. ആകാശമാതാര ചമക് ചമക് ചമके चमक चमक चमके धरते तारे चमकते चमक चमक चमके चमक चमक चमके मारे साथ बात कर सुतारो नाम रे सुतारो नाम रे मारे पास आव रे ओ मारे पास आव रे जुगनू मारे पास आव रे आव रे आव रे आव रे जुगनू रे जुगनू रे जुगनू रे जुगनू जुगनू रे जुगनू रे जुगनू जुगनू ओ जुगनू जुगनू ओ जुगनू जुगनू. ചില സിനിമകൾ ഭയങ്കര സ്വീറ്റാണ്. ഇപ്പോഴും നമുക്ക് ആ കാഴ്ചയിലെ ആ കുട്ടപ്പനെ മറക്കാൻ പറ്റില്ല അല്ലേ? ആ പയ്യൻ കൊച്ചു ഈ പാട്ട് പറയുമ്പോൾ പെട്ടെന്ന് ആ ഓർമ്മകളിലൂടെ എങ്ങനെയുണ്ടായിരുന്നു ഈ പാട്ടിന്റെ ഫീഡ്ബാക്ക്? ഇപ്പോഴും അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ, ഇപ്പോഴും അതിന്റെ ഒരു സുഖം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇപ്പോഴും അൻവറിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പം ചേച്ചി ഇവിടെ ഒന്നും ഇല്ല, ഞാനൊരു ആഫ്രിക്കൻ യാത്രയാണ്. അതെ അതെ, ഒരു മാസം മുന്നേ, 1 മാസം ആവുന്നു ആൾമോസ്റ്റ്. അതെ, നമ്മൾ കണ്ടത് 1 മാസം മുന്നേ, അപ്പോൾ പോയിട്ട് വന്ന് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞൊരു ഷോ പോകുന്നുണ്ട്, പറഞ്ഞൊരു ബോട്സ്വാന എന്നൊരു സ്ഥലമാണ്, ഒരു രാജ്യം ആണെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ചോദിച്ചു അങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു രാജ്യത്ത് പോയി മലയാളം പാട്ടിനുള്ള സാധ്യത ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴറിയുന്നത് അവിടെ മലയാളികളെ ഉള്ളൂ. ശരി, ആ മലയാളികളാണ് അവിടുത്തെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്, നല്ല പോസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്നത് മലയാളികളാണ്. അത്രയും നല്ല ചോപ്പീസ് എന്നൊരു ഷോപ്പുണ്ട്, അതൊരു 10-70 ഷോപ്പ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ വിശാലമായ രാജ്യമാണ്, കുറച്ച് പോപ്പുലേഷൻ വളരെ കുറവാണ്. ഉഗാണ്ടയെ പോലെ ഒരു 20 ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഇത്തിരി പൈസ ഉള്ള രാജ്യം കൂടെയാണ്. ആ, അവിടുത്തെ പൈസ കൊടുത്താൽ ഇവിടുത്തെ 6 രൂപ 50 പൈസ കിട്ടും. പുല എന്ന് പറയുന്ന ആണ് അവരുടെ കറൻസിയുടെ പേര്. അത്യാവശ്യം പോക്കറ്റിൽ നിൽക്കുന്ന പുല കൊണ്ടുവന്നു. പക്ഷെ പുല ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇവിടെ മാറില്ല. അവിടെ നിന്ന് മാറി കൊണ്ടുവരുമായിരുന്നു. അവിടെ തന്നെ മാറി നമ്മുടെ കാശൊക്കെ. നമ്മൾ സാധാരണ ഷോയ്ക്ക് പോകുമ്പോൾ ശരിക്കും ആ കൺട്രിയിലെ കറൻസിയാണോ അത് INR ആണോ നമ്മൾ ഫിക്സ് ചെയ്ത് പോകുന്നത്? പലതും നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് തന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ വരിക. മിക്ക കേസുകളും അങ്ങനെ തന്നെ ആയിരിക്കും. നേരത്തെ തന്നെ അഡ്വാൻസ് മേടിക്കും, പകുതി പേയ്മെൻറ്റ്, എന്നിട്ട് ബാക്കി പൈസ ആയിരിക്കും. ബാക്കി നമ്മൾ ചിലപ്പം ചില ആളുകൾ ചെല്ലുമ്പോഴേ
നേരത്തെ തന്നെ ഫുൾ പേയ്മെൻറ്റ് ഇടും. ചില ആളുകൾ അതിനുശേഷം നമ്മൾ തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും നമ്മളെ പേയ്മെൻറ്റ് നമ്മൾ അക്കൗണ്ടിൽ ഇടും. ബോട്സ്വാനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും? എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? അവിടെ എന്താ പറയുക, നല്ല കാടും ഡെസർട്ടൊക്കെയാണ്, മരുഭൂമിയൊക്കെയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ വെറും മണ്ണുള്ള മരുഭൂമി, ചെറിയ മരങ്ങളുള്ള മരുഭൂമിയൊക്കെയാണ്. ഖസാന എന്നൊരു സ്ഥലമുണ്ട് അവിടെ, ആളുകളെക്കാൾ ആനകൾ കൂടുതലുള്ള സ്ഥലമാണ്. ആ, അപ്പോൾ അത്രയ്ക്കും ഒരു അവിടെ ക്രാബ്സ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലസ്ഥാനം ഗബ്രോൺ, അവിടെയാണ് ഒരു എയർപോർട്ടുള്ള ഒരു ചെറിയ എയർപോർട്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുതരിക, നമ്മളെ ഇതൊക്കെ കൊണ്ടുതരിക. ചില സമയത്ത് ഈ ഇത് മറ്റേ ഇതില്ലേ ബെൽറ്റ് വർക്ക് ചെയ്യാതിരിക്കും, അപ്പോൾ കൊണ്ടുതരിക. അങ്ങനെ നല്ല ആളുകളാണ്. നല്ല ആളുകളാണ്. ചെറിയ എയർപോർട്ട്, പക്ഷെ നല്ല വൃത്തിയുള്ള എയർപോർട്ട്. അവിടെ ഗബ്രോണിൽ ഇറങ്ങി അതെ അല്ല, ആളുകളെ പ്രോത്സാഹനം ഭയങ്കരമാണ്. കാരണം എപ്പോഴും പ്രോഗ്രാം, പക്ഷേ വലിയ ഷോസ് അവർ വെച്ചത്. നമ്മൾ 15 പേരാണ് പോയത്. ഞാനുണ്ടായിരുന്നു, മൃദുലുണ്ടായിരുന്നു, നജീം അർഷാദ് ഉണ്ടായിരുന്നു. വലിയ ഷോ ആയിരുന്നു. ഒരു 1000-ഓളം ആളുകളും പരിപാടി കാണാൻ. എല്ലാം മലയാളികളും തമിഴന്മാരൊക്കെ ഉണ്ട്. തമിഴ് പാട്ടിലൊക്കെ പാടി. ഞാൻ പാടി ആദ്യത്തെ പാട്ട് സംഗീത ജാതിമില്ലായിരുന്നു, എസ് പി സാറിൻ്റെ. അപ്പം അങ്ങനത്തെ നല്ല ഒരു ഓഡിയൻസും ഒരു ഭയങ്കര തണുപ്പും. 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ തണുപ്പും. ആഫ്രിക്കൻ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ ഓർത്ത് നമുക്ക് ആ പാട്ട് തമിഴ് 2 വരി തീർച്ചയായിട്ടും റെഡി. സംഗീത ജാതി മുல்லை കാണവിல்லை, கண்கள் வந்தும் பார்வையின்றி பாவையில்லை, ராகங்களின்றி சங்கீதமில்லை, சாவொன்றுதானா நம் காதல் எல்லை, என்னாதமே வா, சங்கீத ஜாதி முல்லை കാണവിல்லை. എത്രത്തോളം പ്രാക്ടീസ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പാട്ടിട്ടിട്ട് പാട്ടിൻ്റെ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു പാട്ട് എഴുതുമല്ലോ പ്ലെയറിൽ. ഈ ലിസണിംഗ് ടു മ്യൂസിക് എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു എഡ്യൂക്കേഷൻ. അതാണ്, പാട്ട് കേട്ടിട്ട് പാട്ടിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഉഴപ്പില്ല. ആ ഒരു റേഞ്ചിൽ വരത്തൊക്കെ നമ്മൾ വിളിച്ച് തന്നെ പാടും. നല്ല ത്രോ ചെയ്ത് തന്നെ തുറന്ന് പാടും. അങ്ങനെയാണ്. ഇങ്ങനെ കുട്ടിക്കാലത്ത് എന്നാണ് ഇത് തുടങ്ങിയത്? എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുണ്ട് ഞാൻ പാടുന്നുണ്ട്. ആ ആളുകളൊക്കെ ഉള്ളിലൊക്കെ ഞാൻ പാടുന്ന വീട്ടിലൊക്കെ ഇരുന്ന് പാടുന്ന സമയത്ത് എന്നെ അറിയാതെ ഒളിച്ചൊക്കെ ഒന്ന് കേട്ട് നിൽക്കാറുണ്ട്. അപ്പുറപ്പുറമൊക്കെ താമസിക്കുന്ന ആളുകൾ, വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ. പാട്ടിനോടുള്ള അദമ്യമായ ഇഷ്ടം തോന്നിയ ഒരു കാലം കുട്ടിക്കാലം? വളരെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ പാടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഭക്തിഗാനങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു ആ സമയത്ത്. നമ്മുടെ നാട്ടിൽ മുരിഷ് നാഗൂർ ഹനീഫ എന്നൊരു വലിയൊരു കലാകാരനുണ്ടായിരുന്നു. ഭക്തിഗാനത്തിൻ്റെ, ഇസ്ലാമിക ഭക്തിഗാനത്തിൻ്റെ ഒരു സാമ്രാട്ടായിരുന്നു, ഒരു തലതൊട്ടപ്പനായിരുന്നു. തമിഴ് സംഗീതകാരൻ. അദ്ദേഹം നമ്മുടെ പള്ളിയിലൊക്കെ 40-42 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പാടിയ 43 വർഷം തുടർച്ചയായിട്ട് ഭക്തിഗാനങ്ങൾ അവിടെ അവതരിപ്പിച്ച ആളാണ്. അപ്പം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കേൾക്കുന്നു. അപ്പം അദ്ദേഹം പുണ്യമാസത്തിൽ അദ്ദേഹത്തിന് ഓർത്ത് നമുക്ക് 2 വരി പാടാം. ഓ തീർച്ചയായിട്ടും. അല്ലാഹ്வை நாம் தொழுதா சுகம் எல்லாமே ஓடி வரும், அந்த வல்லோனை நினைத்திருந்தால் நல்ல வாழ்க்கையும் தேடி வரும், நல்ல வாழ்க்கையும் தேடி வரும். அல்லாஹ்வை நாம் தொழுதா. നേരത്തെ പറഞ്ഞു സ്റ്റുഡിയോയിൽ ചേച്ചി എനിക്ക് ഭയങ്കര മുട്ടിടിയാണ്. സത്യം പറയണം, ആദ്യമായിട്ടുള്ള സ്റ്റേജിൽ മുട്ടിടി ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പറയണമല്ലോ, ആദ്യമാണ് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ITCയിൽ ഞാൻ പഠിച്ചിരുന്നു. ഇലക്ട്രീഷ്യനാണ് പഠിച്ചത്. SLC കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ കോഴ്സിന് പഠിക്കാൻ പോയി. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് ഇലക്ട്രീഷ്യൻ അവിടെ സാധാരണ ഇങ്ങനത്തെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനേ അല്ല. പക്ഷേ അതിൻ്റെ കൂടെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഈ ട്രിപ്പിളൊക്കെ വായിക്കുന്ന ഒരു വിനു വി ബ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ സുഹൃത്തുക്കളൊക്കെ. അവർ 2-3-4 പേരുണ്ടായിരുന്നു ഈ കലയുടെ ഇഷ്ടമുള്ള ആളുകളപ്പം. ആ വർഷം ഞങ്ങൾ പ്രിൻസിപ്പാളിനെ ചാക്കിട്ട് അന്നൊരു ഫണ്ട് ഉണ്ടാക്കിച്ച് 2000 രൂപ ഫണ്ടൊക്കെ ഉണ്ടാക്കിച്ച് 5 പീസ് ഓർക്കസ്ട്രയൊക്കെ വരുത്തിച്ചു.
ഒരു നമ്മൾ പിന്നെ അവിടുത്തെ ITC ഡേ എന്നുള്ള ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കിച്ചു മനപ്പുറം ഉണ്ടാക്കിച്ചു നമ്മളെ ഒരു എന്താ പറയുക നമ്മൾ പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിച്ചു. പെട്ടെന്ന് ചില സമയത്ത് വാക്കുകൾ കിട്ടില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പരിശ്രമത്തിലൂടെ നമുക്ക് ഫണ്ട് അനുവദിച്ചു, ഓർക്കസ്ട്ര കൊണ്ടുവന്നു. ആദ്യ പാട്ട് പാടാൻ കയറുമ്പോൾ എനിക്ക് ഈ സംഭവം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ മുട്ടടി ഉണ്ടായിരുന്നു. അന്ന് പാടിയതാണ് തമിഴ് പാട്ടുകളൊക്കെ ആയിരുന്നു. വന്ദേണ്ട പാൽക്കാരൻ, ആ സമയം അണ്ണാമലയൊക്കെ റിലീസായി, തേവർ മകനൊക്കെ, പിന്നെ പോട് താളം പോട്, പുതുവസന്ത പോട് താളം പോട്, നാമ പാടാതെ ഏത് അന്ത പക്കം തിരുമ്പോ, അങ്ങനത്തെ കുറേ പാട്ടുകളൊക്കെ. ഇത് കഴിഞ്ഞ പ്രിൻസിപ്പലിന്റെ റെസ്പോൺസിനായിരുന്നു. കാര്യം ഇത്രയും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് പ്രിൻസിപ്പൾ ഈ കല എന്നുള്ള ഈ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. പക്ഷേ എവിടെയോ പുള്ളിയുടെ ഈ കലാകാരന്മാരുള്ള ഒരു നന്മ ഏതോ പുള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാക്കിക്കുള്ളിൽ മാത്രമല്ല, പ്രിൻസിപ്പലിന്റെ ഉള്ളിലും കവിഹൃദയം നമ്മൾ എവിടെ എന്തോരം നന്മ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അനുവദിക്കാത്ത ഒരാൾ ഇതുവരെ ITCയുടെ ചരിത്രത്തിലില്ല. ITC ചെറിയ കുണ്ണി എല്ലാം എറയൻകോട് ITC അറിയാം, CSIക്കാരുടെ അത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നു. പക്ഷെ നമ്മളൊരു കാര്യം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഭയങ്കര പരിശ്രമിച്ച് അത് ക്രിയേറ്റ് ചെയ്തു. ബട്ട് അത് പിന്നീടുള്ള സ്റ്റുഡൻസ് വന്ന് ഫോളോ ചെയ്തു, അത് നിങ്ങളുടെ വർഷത്തോടുകൂടി നിന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ, അതൊരു വിഷമമാണ്. അത് പിന്നീട് ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. അത് പിന്നെ നിന്നു. നമ്മൾ ഈ പ്രാക്ടിക്കൽ റൂമൊക്കെ വലിയ നീളമുള്ള റൂമാണ്, മറ്റേ മോട്ടോറും സിങ്ക്രണൈസ്ഡ് മോട്ടോഴ്സും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേജ് ഉണ്ടാക്കിയത്. അതൊക്കെ അഴിച്ചു മാറ്റി വെപ്പിച്ച്, മോട്ടോഴ്സൊക്കെ അഴിച്ചു മാറ്റി വെപ്പിച്ച്, ബെഞ്ച് വൈസും പൈപ്പ് വൈസൊക്കെ അഴിച്ചു മാറ്റി വെപ്പിച്ചിട്ട് അത് ബെഞ്ചൊക്കെ നിർത്തി സ്റ്റേജ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ എല്ലാ വർഷവും ഇത് ചെയ്യാൻ എല്ലാ കുട്ടികളും തയ്യാറാവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൾച്ചറൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതുണ്ടല്ലോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി നമുക്ക് സ്റ്റഡീസ് എന്നുള്ള ചെറിയ റിലാക്സേഷനാണ്. അത് കുട്ടികൾ തുടരുന്നതാണ് എനിക്ക് തോന്നുന്നു, അല്ലേ? തുടരേണ്ടതായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചെയ്തില്ല. സാരമില്ല, അത് നമുക്ക് മറക്കാം. പക്ഷേ ഞങ്ങൾ അന്നത്തെ ബാച്ചിലുള്ള എൻ്റെ കൂടെ പഠിച്ച ITCയിൽ പഠിച്ച ബാച്ചിലുള്ള എല്ലാ മിക്കവരുള്ള എന്നെ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമ്മൾ കൂടിയിരുന്നു. ഒരു 6 മാസം മുന്നേ കൂടി അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു, വിളിക്കാറുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അവർ ഫ്രണ്ട്സാണ്. അങ്ങനെയൊക്കെ ഒരു ഈ പലപ്പോഴും FM കേട്ട് പോകുമ്പോഴായാലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴായാലും രാവിലെ മിക്കവാറും ഈ പാട്ടിനും ഒരു താളം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ മ്യൂസിക്കിനും രാവിലെ മിക്കവാറും ഇങ്ങനെ ഹൈ സോങ്സ് ആയിരിക്കും വിടുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ പ്രമാണിയിലെ പാട്ട് കേട്ടപ്പോൾ ഗിരീഷന്റെ വരികൾ നിന്റെ മുറമട് നിറ പറന്നറിയണുണ്ടേ, കൊക്കു കൊണ്ടു കൊത്തുമ്പിന്റെ കൊയ്ത്തരി വളെടുത്തയ്യക്കം കൊയ്യടി മെയ്യക്കം മെയ്യടി പാടമെല്ലാം കാത്തു നിപ്പുണ്ടേ, കണി കണ്ട് നിപ്പുണ്ടേ, കറങ്ങണ ഇങ്ങനെ തറാവേ, നിന്റെ മുറമെട് നിറ പറന്നറിയണുണ്ടേ. ഗിരീഷേട്ടനെ സ്നേഹത്തോടെ എന്തൊരു ഭംഗിയാണ് കാവ്യഭംഗി എന്ന് പറയുന്നത്. ശരിക്കും മീറ്ററിന് ഇത്രയും ഭംഗി, മീറ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്രയും ഭംഗിയുള്ള വരികൾ ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു തീരാനഷ്ടം വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അൻവറിന്റെ ഒരുപാട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കൂടെ അൻവർ സഞ്ചരിച്ചു. ചേട്ടന്റെ കൂടെ, അതുപോലെ തന്നെ റോമൻസ്, പിന്നെ ഗോപി സുന്ദറിന്റെ കൂടെ വിശുദ്ധൻ പറഞ്ഞ റോമൻസ് കറകറങ്ങണ കുടച്ചൻ്റെ പാട്ടാണ്. റോമൻസും കുടച്ചൻ്റെ പാട്ടാണ്, അതും നല്ലൊരു പാട്ടാണ്. അല്ല, എൻ്റെ സിംഗിങ് സ്റ്റൈൽ എന്തോ അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗോപി സുന്ദർ എൻ്റെ സിംഗിങ് സ്റ്റൈൽ അറിഞ്ഞുകൊണ്ടാണ് കുടച്ചനെ വിളിക്കുന്നത്. അത് നല്ലൊരു പെരുന്നാള് ഊമലപ്പള്ളിയിൽ പെരുന്നാള്, കുരുത്തോല തൊങ്ങൽ തൂക്കി നല്ല കരക്കാര്, നല്ല ബാൻഡ് മേളപ്പുറപ്പാട്, യേശുനാഥനുള്ള സ്തുതിപ്പാട്, തിരിതെളിക്ക് മണിമുഴക്ക്, നമ്മളെല്ലാവരും ഒന്നായി നേരുന്ന നാളാണ് പെരുന്നാള്. അങ്ങനെ പോകും പാട്ട്. കമ്മത്തും ഒരു അത് പറയണം കേട്ടോ. അത് കൊങ്ങിണി, കൊങ്ങിണി പാട്ട് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ല മെലഡിയുള്ള പാട്ട് തന്നെയാണ്. പക്ഷെ അത് കൊങ്ങിണി സ്റ്റൈലിൽ ഒരു നല്ലൊരു നന്നായിട്ട് മോൾഡ് ചെയ്ത് ചെയ്ത ഒരു പാട്ട്. സന്തോഷം എഴുതിയതാണ്.
സന്തോഷ് വർമ്മ. അല്ല, നമ്മള് കൊങ്ങിണി ഭാഷ മറന്നു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വിഷമം തോന്നില്ലേ? ഇല്ലില്ല, രണ്ടുപേരും പാടാലോ. അത് നമ്മുടെ മലയാളം വാക്കുകളെ തന്നെ എടുത്ത് കൊങ്ങിണി സ്റ്റൈലിൽ പാടിയതാണ്. നിന്റെ പെണ്ണാളെ നടന്നതിൽ പിണ്ണങ്ങളെ നീ, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണ്ണങ്ങളെ നീ. ഹായ് സുന്ദരി നിന്റെ പുഞ്ചിറി എനിക്കൊത്തിരി കൊതിയുണ്ടടി, എന്റെ നെഞ്ചോടൊട്ടടിത്ത താസകണത കാളിപ്പഴമേ. പെണ്ണാളെ നടന്നത് പിണ്ണങ്ങളെ നീ, കടക്കണ്ണാളെ എറിഞ്ഞത് പിണ്ണങ്ങളെ നീ. ഹായ് അൻവറെ മുട്ടിടിച്ചാൽ എന്റെ കൈ നിറയെ പാട്ടാണ്. ടെൻഷൻ അനുഗ്രഹം എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഫീല്, ഈ ടെൻഷൻ എന്നുള്ള ഫീലേ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ ഈവൻ സ്റ്റുഡിയോ പോലും അൻവറിന് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പാട്ടുകളാണ്. ടെൻഷൻ ഉണ്ട്. ഗോഡ് ബ്ലെസ് കേട്ടോ. ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞാലേ ആളുകൾ അറിയുള്ളൂ. അത് സത്യം. അല്ല, അതൊരു വിനയമാണ്. നമ്മൾ എപ്പോഴും തുറന്ന പുസ്തകമായിരിക്കുന്നതാണ്. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടാണ് ചേച്ചി മനസ്സിലാവുന്നത്. ചേച്ചി ഇപ്പോഴല്ല, പണ്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോ കഥയൊക്കെ പറഞ്ഞു മറന്നു. നമ്മൾ പറഞ്ഞാലേ എനിക്ക് പേടിയുള്ള ആരും മറ്റുള്ളവർ അറിയുള്ളൂ. പക്ഷെ നമ്മൾ പുറമെ കാണിക്കില്ല, ഉള്ളിലൊരു. അല്ല, അങ്ങനെ നമ്മള് ഒരുപാട് മൂടി വെച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ല, അത് ഓപ്പൺ പേഴ്സണാലിറ്റി ആണല്ലേ നമുക്ക്. ഓക്കെ, അതെ. അത് ഞാൻ അങ്ങനെ ഒരാളെ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സന്തോഷം സന്തോഷം. നമ്മൾ വീണ്ടും വിശുദ്ധനിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര. വിശുദ്ധൻ എത്തില്ല. വിശുദ്ധൻ ഗോപിസുന്ദറിന്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയത് നല്ലൊരു പാട്ടാണ്. അതും ഒരു ഭക്തിഗാനമാണ്, ക്രിസ്ത്യൻ ഭക്തിഗാനമാണ്. നമ്മുടെ മുരുകൻ കാട്ടാക്കട അദ്ദേഹം എഴുതിയ വരികളാണ്. ഏതൻ തോട്ടം പുത്തുലഞ്ഞതോ, താരാജാലം ധിക്കരിഞ്ഞതോ, രാജാക്കന്മാർ കാത്തുനിന്നതോ, പുൽത്തൊഴുത്തിൻ പുത്രനായി നീ പിറന്നതോ. വാക്കിനാകുമോ വാഴ്ത്തിപ്പാടിടാൻ ഷാരോൺ നാഥനെ രാജരാജനെ. വാക്കിനാകുമോ വാഴ്ത്തിപ്പാടിടാൻ ഷാരോൺ നാഥനെ രാജരാജനെ. ആ പള്ളി പെരുന്നാളും ഗുരുത്തോലേക്ക് പിക്ചറൈസ് ചെയ്തു. അതെ, മനസ്സിലേക്ക് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് തന്നെ അതിന്റെ വരികൾ എഴുതിയിട്ടുണ്ട്. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയുണ്ട്, പിക്ചറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വരികൾ കേട്ട് നമുക്ക് വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഞാൻ അങ്ങനെ മനസ്സിലായി. അത് കേട്ടപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചൊടിക്കായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നമുക്ക് അൻവർ ഇപ്പൊ ആ ദുബായിലാണ് ചേച്ചി, നാളെ എത്തും വേറെ ഇതുപോലെ ദുബായ് എത്തും. ബട്ട് ആദ്യകാലങ്ങളിൽ ഒരു ഗൾഫ് ഷോ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ് സംഭവിക്കുന്നത്, വല്ലപ്പോഴും. അത് മാത്രമല്ല കൈനിറ ഗിഫ്റ്റ് ആണ്. ഇന്ന് ദുബായിലുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് വലിയ പണ്ടുള്ള അങ്ങനെയല്ല. പണ്ട് വല്ലപ്പോഴും ഒരു ഷോ, പക്ഷെ അത് ഭയങ്കര ഒരു മാമാങ്കമാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ 15 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിലായിരുന്നു. ദുബായ് UAE-ലും ബഹ്റൈനിലും ഒരു വലിയ ഷോ, ഒരു മാസത്തെ ഷോ ആയിരുന്നു. സ്റ്റേജ് യാത്ര. അത് ദുബായ് ബഹ്റൈനാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ട്, ഒരു ഖത്തർ. UAE-ൽ തന്നെ ഒരു 4-5 സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അജ്മാനും ദുബായിലും ഷാർജയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പോകുന്നത്, എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ട്രിപ്പാണ്. ഞാനൊന്നും സിനിമയിലൊന്നും പാടിയിട്ടില്ല. ആദ്യത്തെ ഒരു ട്രിപ്പ് എനിക്ക് ഓർക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ പോയത്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സ്പോൺസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കരീം എന്ന് പറഞ്ഞൊരു പഴയൊരു ആർട്ടിസ്റ്റ് ആണ് എന്നെ കൊണ്ടുവന്നത്. കരീം എന്ന് പറയും. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ ഇതെന്ന് പറയുമ്പോൾ പേയ്മെൻ്റ് ഒന്നുമില്ല, നിൻ്റെ ട്രിപ്പ് ആദ്യമായിട്ട് നിനക്കൊരു ട്രിപ്പ് തരുന്നു, അതാണ് നിനക്കിതൊരു ഭാഗ്യമാണ്. നമുക്ക് വലിയൊരു ലോട്ടറി അടിച്ചണക്കാണ് ഞാൻ പോയത്. എനിക്കൊരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പേയ്മെൻറ്റ് ഒരു 300-400 രൂപയുള്ളൂ എനിക്ക് പേയ്മെൻറ്റ്, ഒരു സ്റ്റേജ് പാടുമ്പോൾ. അങ്ങനെ ഞാൻ പോയി. പക്ഷേ എനിക്ക് പോയിട്ട് വന്നപ്പോഴേക്കും കുറച്ച് ഗിഫ്റ്റുകളും നമ്മുടെ നാട്ടുകാരുടെ ഒരു അവാർഡ് തരുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഭീമാളിക്കാരുടെ ഒരു 2 ഗോൾഡ് മെഡലൊക്കെ എനിക്ക് തന്നിരുന്നു. ഒരു അവാർഡ് തരുമ്പോൾ ആദ്യത്തെ എനിക്കൊരു കിട്ടിയ ഒരു അംഗീകാരം എൻ്റെ നാട്ടുകാരുടെ ആയിരുന്നു. അത് നാട്ടിൽ വെച്ചല്ല, ഗൾഫിൽ വെച്ച്, UAE-ൽ വെച്ച്. അവിടെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു വിഷയമാണ് അത്. നമ്മളൊരു ആദ്യമായിട്ടൊരു ഫസ്റ്റ് ഒരു വിദേശ പര്യടനത്തിന് പോകുന്നു. സിനിമയിലൊന്നും പാടിയിട്ടില്ല, അല്ലാണ്ട് ഒരു പര്യടനത്തിന് പോകുന്നു. അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാം. ഒന്നുമല്ല, നമ്മൾ അങ്ങനെ അറിയപ്പെടുന്ന ആൾ. ഗാനങ്ങളൊക്കെ പാടുന്ന ഒരു സിംഗർ. സിനിമയിലൊന്നും പാടിയിട്ടില്ല, വേറെ നാടകത്തിൽ പാടിയിട്ടില്ല, സീരിയൽസിന് പാടിയിട്ടില്ല, ഒരു വർക്കിനും പാടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയെ, എന്നെ പോലെ ഒരാളിനെ
വെളിയിൽ ഗൾഫിലൊരു ഷോയ്ക്ക് പോകുമ്പം നാട്ടുകാർ അവിടെ ഉള്ള ജോലി ചെയ്യുന്ന നാട്ടുകാർ സംഘടിച്ച് എനിക്കൊരു അവാർഡ് തരിക, എനിക്ക് 2 മെഡൽ തരിക, ഒരു വലിയൊരു കാര്യമാണ്, വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്താണ് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ അത് കിട്ടി. ഇല്ല അതിന് ഭാഗ്യം. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ ഞാൻ സിനിമയിൽ പാടി. അപ്പോൾ അന്ന് പക്ഷേ അത് മാത്രമല്ല, പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് സ്പോൺസർ എനിക്ക് 500 ദിർഹംസ് വേറെ തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ അങ്ങനെ കുറച്ച് നന്മകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഇല്ലയെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഒരുപാടായി. ആഴ്ചയിൽ പോകും. ഒരു മാസം 4 പ്രാവശ്യം ദുബൈയിൽ വന്നുപോയ മാസങ്ങളുണ്ട്. ഈ ഒരു 2 വർഷം മുന്നേയൊക്കെ 4 പ്രാവശ്യം 4 ആഴ്ച വന്നുപോയ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് പ്രോഗ്രാംസ് കൂടിയതിനുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, പുതിയൊരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ പുതിയ ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യും? കാര്യം നമുക്ക് ഒരുപാട് പുതുമകളില്ല എന്നും, അവരും ഇതൊരു യൂസ് ടു ആയി മാറി. പിന്നെ ചാനൽ അല്ലേ, ചാനലിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം. അപ്പം ദുബായിൽ അങ്ങനെ ഒരു പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ബോട്സ്വാന വരെ എത്തി നിൽക്കുകയാണ്. വലിയൊരു യാത്ര. നേരത്തെ 300 എന്ന് പറഞ്ഞിപ്പം 0 കൂടി എന്നുള്ള സന്തോഷം നമ്മൾ അറിയിക്കണല്ലോ. ഇപ്പം അടുത്ത് വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ റെക്കോർഡിങ് ഏതാ? ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞത് രുദ്ര സിംഹാസനം, ബിഗ് ടീമിൻ്റെ ഷിബു ഗംഗാധരൻ സാറിൻ്റെ സംവിധാനം ചെയ്യുന്ന സിനിമ. സുനിൽ പരമേശ്വരൻ സാറിൻ്റെ തിരക്കഥ, അനന്തഭദ്രൻ ടീമിൻ്റെ നല്ല തിരക്കഥ, ജയന്തി മാഡത്തിൻ്റെ വരികൾ, നല്ല സുന്ദരമായ വരികൾ. ആ വരികൾക്ക് അതിനേക്കാളും ഭംഗിയായിട്ട് ആ വരികൾ എന്താവശ്യപ്പെടുന്നോ അത്രയ്ക്കും അല്ല കവിതയാണ്. അപ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ വിശ്വജിത്ത് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ്റെ സംഗീതം, സുന്ദരമായ സംഗീതം, നല്ലൊരു കവിത തന്നെയാണത്. കവിതയുടെ ഭംഗി പോവാത്ത രീതിയിൽ നല്ലൊരു ട്യൂണും നൽകിയിട്ടുണ്ട്. 2 വരി ഇപ്പം ചില വരികൾ എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ അന്ന് റെക്കോർഡിങ് പാടിയ സമയത്തുള്ള ഓർമ്മ വെച്ച് പാടുകയാണ്. കത്തുന്ന സൂര്യന്റെ ജഠരാഗ്നിലെരിയുന്നു കാലത്തിൻ പ്രതികാരദാഹം, അലറുന്ന കടലിന്റെ അറിയാത്തടിത്തട്ടിലനാരേ, പ്രണയാഗ്നി കത്തും ദാവാഗ്നി ഒഴുകും, ഏതോ കാഴ്ചയിലെ റെക്കോർഡിംഗ് വളരെ മൂവാറ്റുപുഴയില് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. അല്ല അതന്നെ, മൂവാറ്റുപുഴയിലെ ഗാനമേള കഴിഞ്ഞ് മോഹൻ സിത്താര സാറിന്റെ വീട്ടിലൊക്കെ പോയി റെക്കോർഡ്. ഈ തിയേറ്ററിൽ ഈ പാട്ട് വന്നപ്പോൾ ഒന്നാമത് സിനിമ ഭയങ്കര ഹിറ്റായി. തിയേറ്ററിൽ ഏത് ദിവസം പോയി പടം കണ്ട്? ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കണ്ടു. ഈ പാട്ടിന്റെ വിഷ്വൽ വന്നപ്പോൾ ഞാൻ ഇതിങ്ങനെ ആയി. ആദ്യം തിയേറ്ററിൽ ഇങ്ങനെ എണീറ്റ് പതില്ല, ഒരു വീണ്ടിരുന്നു. സൈഡിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സയ്യിദ് എന്ന് പറഞ്ഞ എൻ്റെ ഇറ്റിടാന്ന് പറയാം, ഇരിക്ക് പിടിച്ചിരുത്തിയായിരുന്നു. അതെ, അത് പക്ഷേ 1 വർഷം എടുത്തു. അത് ഞാനാണ് പാടിയതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഒരു വേദിയിലും. ഞാനാണ് പാടിയത്, ജുഗ്നൂരെ എന്നുള്ള പാട്ട് ഞാനാണ് പാടിയത് പറഞ്ഞു നടക്കാൻ. ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല ഈ പാട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു പയ്യനാണ് പാടിയെന്നുള്ള കാര്യം ആർക്കറിയില്ലായിരുന്നു. അതൊരു സത്യമാണ്, ആർക്കറിയില്ല. അത് കഴിഞ്ഞൊരു നല്ല തിരിച്ചറിവുണ്ടായി. ഇപ്പൊ എല്ലാവർക്കും കാണുമ്പോൾ ആദ്യം ചിലപ്പം ഇത്ര പുതിയ പാട്ട് പാടിയ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന ജുഗ്നൂരെ വെച്ചായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് അത് മാറ്റിപ്പിടിച്ചത്. അതെ, ഇപ്പോഴും പല എൻ്റെ പ്രോഗ്രാംസ് മിക്ക വേദികളിലും ജുഗ്നൂരെ പാടും. 4 വരെയെങ്കിലും പാടിയിട്ട് അടുത്ത പാട്ടിലേക്ക് പോകും. സിംഗേഴ്സിനിടയ്ക്ക് നമ്മൾ എപ്പോഴും ഫാസ്റ്റ് റൗണ്ട് സോങ്സ് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്ഡ് ആവുമോ, അതോ നമുക്ക് മെലഡിക്കുള്ള ചാൻസ് കിട്ടുമോ? അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യം? അല്ല, ടൈപ്ഡ് നമ്മൾ ഇരിക്കണം, അതിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് തരുന്ന പാട്ട് പോലെ ഇരിക്കും. പക്ഷെ ഞാൻ പാടിയ പാട്ടുള്ള എല്ലാം പല ടൈപ്പിലുള്ള പാട്ടാണ്, പല ഫ്ലേവേഴ്സാണ്. യുഗ്നൂര് ഞാൻ സ്ഥിരം പാടുന്ന ഒരു പാറ്റേണേ അല്ല. പിന്നെ കറകറങ്ങണൊക്കെ ഇങ്ങനെ താറാവേ, അതും ഞാൻ സാധാരണ പാടുന്നൊരു ഇതെന്ന് പറയാൻ പറ്റില്ല. പെരുന്നാൾ, പിന്നെ ഏതെങ്കിലും തോട്ടം, എല്ലാം നല്ല മെലഡീസ് ആയിരുന്നില്ലേ. ഞാൻ സ്റ്റേജിലും ആ സമയത്തൊക്കെ വേദികളിൽ ഞാൻ പാടുന്ന അടിപൊളി പാട്ടുകൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയല്ല, നമ്മളെ സ്റ്റഫ് മനസ്സിലാക്കുന്ന സംഗീത സംവിധായകരുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം.
അത് വലിയ ഏതോ ഒരു പാട്ടുകാരൻ്റെ ഏറ്റവും ഒരു വലിയ ഭാഗ്യം അതാണ്. നമ്മുടെ പാട്ടുകാരൻ ഒരു നല്ല പാട്ട് കിട്ടാൻ ഒരുപാട് PR ചെയ്യണം. അത് സംഗീത സംവിധായകർ നമ്മളെ വിളിക്കും. നമ്മുടെ ഡീലിങ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എല്ലായിടത്തും സത്യമാണ്. അതെ എക്സ്പീരിയൻസ് എല്ലാ മേഖലയിലുണ്ട്. പക്ഷെ നമ്മളെ പരിചയങ്ങളൊരു വലിയൊരു എന്നെ സംബന്ധിച്ച് എൻ്റെ പരിചയങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ തമിഴ്നാട് ഇങ്ങോട്ട് അല്ല, നമ്മുടെ കേരളത്തോട് ചേർന്ന് നടന്ന തമിഴ്നാടിൻ്റെ കുറേയധികം പ്രദേശങ്ങൾ, തിരുനെൽവേലി, പിന്നെ നാഗർകോവിൽ, കുമരി മാവട്ടം, നെല്ലൈ മാവട്ടം, അത് അവിടെ തുടങ്ങി കാസർഗോഡ് വരെയുള്ള മിക്കവാറുമുള്ള കലാകാരന്മാർക്കൊക്കെ ഓർക്കസ്ട്ര പ്ലെയേഴ്സിനൊക്കെ എന്നെ അറിയാം. ഇവരിൽപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കും ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ചിലപ്പോൾ അവരായിരിക്കും പറയുക, ഈ പാട്ട് അന്നെ കൊണ്ട് പാടിച്ച നന്നാവും സാറേ, ഒന്ന് ശ്രമിച്ചു നോക്ക് സാറേ, അങ്ങനെ ഒരു പാട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. അങ്ങനെയാണ് ജുഗനൂരൊക്കെ എനിക്കുണ്ട്. ഞാനൊരു പാട്ടുകാരനാവുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഗണേശൻ എന്ന് പറയുന്ന തബലിസ്റ്റാണ്. ഞാൻ പാടുന്ന വേദി അദ്ദേഹം തബല പ്ലേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് മോഹൻസാര സാറിന്. മോഹൻസാര സാറിന് എന്നെ അറിയില്ല. അപ്പോൾ നമ്മളെ അറിയിച്ചു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ, അതാണ് നമ്മുടെ പരിചയങ്ങൾ നമ്മളെ പല രീതിയിൽ നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലയിലും. പിന്നെ നമ്മുടെ ഡീലിംഗ് കൂടെ കുറച്ച് നന്നാവും, കയ്യിലിരിപ്പും കൂടെ കുറച്ച് നന്നാവും. അത് സാധാരണഗതിയിൽ പറയുന്നത് കയ്യിലിരിപ്പ് എന്ന് പറയും, ഡീലിംഗ് എന്നൊക്കെ പറയും. അൻവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളൊക്കെ എത്ര കാലം കൊണ്ട് അറിയുന്നതാണ്. അൻവർ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും. അതെ പിന്നെ കാണുമ്പോഴൊക്കെ ആ ഒരു ഇത് തോന്നുന്നില്ലേ, നല്ല ഫ്രണ്ടാണ് തോന്നുന്നില്ലേ? സംശയമുണ്ട്. നമ്മളിപ്പോ ദിവസവും ഇരുന്ന് ഹൗ ആർ യു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞു പാട്ട് വെച്ച് കൂടെ പാടും. അതൊരു നല്ലൊരു എക്സസൈസാണ്. പക്ഷെ ഈ അന്യഭാഷകളിൽ നമ്മൾ പാടുമ്പോൾ അതിന്റെ ഡിക്ഷൻ, നമ്മുടെ ആ ഒരു പ്രൊണൗൺസിയേഷൻ, നമ്മൾ അത് എത്രത്തോളം കറക്റ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് അൻവർ എനിക്ക് തമിഴ് എനിക്ക് ഒരു വിഷയമേ അല്ല. കാരണം നമ്മുടെ നാടിൻ്റെ സംസ്കാരം അത് പറയേണ്ട ഒരു വിഷയം. ഭീമാപ്പള്ളിയിൽ സംസാര രീതി തമിഴ് കലർന്ന മലയാളമാണ്. തമിഴാണ് അതിൻ്റെ ഒരു 60% തമിഴാണ്. അവര് നിങ്ങളോടൊക്കെ മലയാളമായിരിക്കും സംസാരിക്കുക. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്നെ എവിടെയാ പോകാന്നൊക്കെ ചോദിക്കും. എന്ന് ചോദിക്കും. എവിടെ പോണു ഞാൻ ചോദിക്കട്ടെ, വളരെ അടുത്തൊരു സുഹൃത്ത്, കുറെ കാലമല്ലോ കണ്ടിട്ട്, എവിടെ പോണു എന്ന് വളരെ കുശലമായിട്ട് നീ എവിടെയാ പോകുന്നത്, നീ എവിടെ പോണു എന്ന് ചോദിക്കില്ലേ, നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കും. അതിൽ തമിഴുണ്ട്. അപ്പം ആ ഒരു ട്യൂൺ. പക്ഷേ തമിഴും അല്ല മലയാളമല്ല. പക്ഷെ തമിഴാണ് കൂടുതലുള്ളത്. പക്ഷെ സ്വന്തമായിട്ട് ലിപിയില്ല. ലിപി കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന് ഒരു പുതിയ ഭാഷയായിട്ട് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ലിപി കണ്ടുപിടിക്കാത്തത്. വ്യത്യാസങ്ങൾ വരും. തമിഴിൻ്റെ സ്വാധീനം ഭയങ്കരമാണ് നമ്മളെ അവിടെ. അപ്പം അങ്ങനെ എനിക്ക് തമിഴ് പാടാൻ ഒരു ബുദ്ധിമുട്ടില്ല. തമിഴിൻ്റെ ആ ഒരു ഈ പറഞ്ഞ ആ ഒരു ഉച്ചാരണം പക്കയാണ്. പിന്നെ ഹിന്ദി പാട്ടുകൾ പാടുമ്പോഴും എനിക്ക് പ്രശ്നമില്ല. കാരണം അത് വേദികളിൽ പാടി വർഷങ്ങളോളം പാടി എനിക്ക് അന്ന് വേദികളിൽ പാടി ഹിന്ദിയുടെ ഒരു ഉച്ചാരണം എനിക്ക് ശരിയായി കിട്ടിയതാണ്. അപ്പോൾ നേരത്തെ ഇതുപോലെ അൻവറിന് വളരെ ഇഷ്ടമുള്ള ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഹിന്ദി ഫാസ്റ്റ് സോങ്. ജിന്ദഗി एक सफर है सुहाना यह कल क्या हो किस पे जाना जिंदगी एक सफर है सुहाना यह कल क्या हो किस पे जाना ഒട്ട്ലൈ ഒട്ട്ലൈ ഓ എട്ട്ലൈ എട്ട്ലൈ ഒട്ട്ലൈ ഒട്ട്ലൈ ഓ എട്ട്ലൈ ഒട്ട്ലൈ ഒട്ട്ലൈ ഓ എട്ട്ലൈ എട്ട്ലൈ ഒട്ട്ലൈ ഒട്ട്ലൈ ഓ എട്ട്ലൈ പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ നിന്ന് പോയി ഹിന്ദിയിലെത്തിയില്ലേ? അതെ. അല്ല, അതാണ് നമ്മുടെ ഒരു പരിശീലനം. അതിങ്ങനെ വേദികളിലൂടെ പാടി വന്നതാണ്. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ എങ്ങനെയായിരുന്നു? ഒന്നിലും പങ്കെടുത്തില്ല, അധികമൊന്നും പങ്കെടുത്തില്ല. എന്നെ നിർബന്ധിച്ച് എൻ്റെ കൂട്ടുകാരൻ ഒരു വേദിയിലേക്ക് പാടിക്കുകയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാട്ടിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നില്ല. ഈ ചില മിമിക്രി പോലത്തെ മോണോ ആക്ട് അങ്ങനത്തേലൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ പാട്ടിൽ എന്നെ പങ്കെടുപ്പിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് സെയ്ദ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തായിരുന്നു. മാപ്പിളപ്പാട്ട്
സ്കൂളിൽ ഒരേ ഒരു വേദിയാണ് ഞാൻ കയറിയിട്ടുള്ളൂ. ഒരു 10ാം ക്ലാസ്സിലാണ്, 9ോ 10ോ പഠിക്കുന്ന സമയത്താണ്. 9ാം ക്ലാസ് എന്നാണ്. ഒരു പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി. പാട്ട് മനസ്സിലുണ്ട്, പക്ഷേ അത് എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ ആൾ കേൾക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാടും, ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പാടുമായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പാടില്ല. അതൊരു സഭാകമ്പം ഇങ്ങനെ മനസ്സിൽ, അതെങ്ങനെ പൊട്ടിച്ച് വെളിയിലെറിയണം അറിയാതെ കിടന്നാണ് ITCയിൽ പിന്നെ അത് പൊട്ടിത്തെറിച്ച് നശിപ്പിച്ച് പാട്ടുകാരനായി വന്നത്. അത് വേറെ. അപ്പോൾ ഇത് എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ടേപ്പ് റെക്കോർഡർക്ക് അവൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട്, സ്കൂളിനടുത്താണ്, വള്ളക്കടയിലാണ് ഞാൻ പഠിച്ചത്, സ്കൂളിനടുത്ത് ഉള്ള അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ടേപ്പ് റെക്കോർഡിൽ തന്നെ കാസറ്റ് ഇട്ട് ആ പാട്ട് എന്നെ പഠിപ്പിച്ചു, എഴുതി എടുപ്പിച്ചു. എന്നിട്ട് വേദിയിൽ കൊണ്ടുവന്ന് എന്നെ പെർഫോം ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ആദ്യമായിട്ട് പാടുന്നത്. അങ്ങനെ അതിന് ശേഷമാണ് എനിക്കൊരു ധൈര്യമായത്. സ്റ്റേജിൽ മാറ്റൊലി വിലസുന്ന മാരൻ മഹാനാര സുന്ദരനായ മണവാളൻ തങ്കരമണിയിലൊത്ത സുകുമാരൻ, ആ സുന്ദരനായ മണവാളൻ തങ്കരമണിയിലൊത്ത സുകുമാരൻ. അവൾ പാട്ട മാറ്റൊലി വിലസുന്ന മാരൻ. ഈ പാട്ടാ ട്യൂൺ ഓർമ്മയുണ്ട്, വരി പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ അവൻ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് ആ ട്യൂൺ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എത്രത്തോളം വോയിസിനെ അൻവർ ശ്രദ്ധിക്കും? പരമാവധി. ഇപ്പോൾ കുറച്ച് ഈ പ്രായം കൂടുന്തോറും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തണുത്തത് കഴിക്കാറില്ല, അതൊരു വാസ്തവം. ബാക്കി എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. തൈര് പോലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി, വിരുദ്ധ ചേരിയിൽപ്പെട്ട ആഹാരങ്ങൾ ഒഴിവാക്കി, അങ്ങനെയൊക്കെ ഒന്ന് ഇറച്ചി മീനും ഒരുമിച്ച് കഴിക്കാറില്ല. വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കാറുണ്ട്. പാട്ടിനോട് ഇഷ്ടം വന്ന കാലം, വളരെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു, ആ കാലത്ത് മനസ്സിൽ ഇങ്ങനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന പാട്ടുകാരൊക്കെ? ഒരുപാട് ആളുകളുണ്ട്. എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് അന്ന് ഞാൻ കൂടുതലും പാട്ട് പാടിയിട്ടുള്ള തമിഴ് സോങ്സിനോടൊരു വല്ലാത്തൊരു ഹരമായിരുന്നു. കാരണം വാപ്പിച്ചിയൊക്കെ ടേപ്പ് റെക്കോർഡിൽ വീട്ടിലിടുന്ന പാട്ടുകൾ പഴയ പാട്ടുകളാണ്. ശിവാജി ഗണേശൻ്റെയും MG രാമചന്ദ്രൻ്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ ഇട്ട് അന്ന് മുതലേ തമിഴ് പാട്ടുകളോടൊരു ഹരം ഇങ്ങനെ മനസ്സിലോട്ട് അങ്ങ് ഉറഞ്ഞുപോയി. അപ്പോൾ ആ നിലയിൽ ഞാൻ അന്ന് ഇപ്പോൾ ശങ്കർ സാറൊന്നും വന്നിട്ടില്ല. പിന്നീടാണ് ശങ്കർ സാറൊക്കെ വരികയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് എനിക്കൊരു ഭയങ്കര ഒരു ആർത്തിയും ഒരു ആരാധനയൊക്കെ മനസ്സിൽ വരികയും. SPB സാറാണ്. അപ്പം SPB സാറിനെയും ശങ്കർ സാറിനെയൊക്കെ എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ SPB സാറിനെ എന്തോ പിന്നെ ഒരുമിച്ചുള്ള ഒരു ഷോയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശങ്കർ സാറിനെ ദുബായിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. ഞാൻ തേജേട്ടൻ്റെ ഒരു ഷോയ്ക്ക് തേജേട്ടൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഒരു 5 മിനിറ്റ് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം. നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടില്ല, കണ്ടു, പരിചയപ്പെട്ടു പോയി. അൻവർ അതുപോലെ ഞാൻ അൻവറിനെ കണ്ടപ്പോൾ അൻവർ ഡയറ്റൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയിക്കൊണ്ട്. പക്ഷെ ആൾക്കാർ അൻവർ പഴയ അൻവറയല്ലേ, എങ്ങനെ ആൾക്കാർ ആദ്യമൊക്കെ മനസ്സിലായി. ഇടയ്ക്ക് ഞാൻ ഒരു ദുബായിൽ KMCC എന്നൊരു സംഘടനയുടെ ഒരു പ്രോഗ്രാമിൽ പോയിരുന്നു. പോയപ്പം ഈയിടയ്ക്ക് ഒരു ഡിസംബർ മാസം, കഴിഞ്ഞ ഡിസംബർ മാസം, ആ സമയത്ത് ഈ ഡയറ്റ് ഇങ്ങനെ മൂർധന്യത്തിലെത്തി ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഇങ്ങനെ ചെയ്ത് മൂർധന്യ ശരീരം ഇങ്ങനെ ഒതുക്കി ആളുകൾ കാണുന്നേ ഉള്ളൂ. ഈ തടി കുറച്ചതിന് ശേഷം ആളുകൾ ഇപ്പോൾ കുറച്ചൊക്കെ കണ്ട് പരിചയമായി ഈ രൂപം. എന്നെ മനസ്സിലായില്ല. ഓഡിയൻസിന് ഒരു 50-60% ആളുകൾക്ക് എന്നെ മനസ്സിലായില്ല. അവസാനം എനിക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നു, ഞാൻ അൻവർ സാദത്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തു. 18 കിലോ കുറഞ്ഞു കേട്ടോ. 18 കിലോ കുറച്ചപ്പം മൊത്തത്തിൽ കുറഞ്ഞപ്പോൾ കുറച്ച് മുമ്പാണെങ്കിൽ ഇത്രയും വയറുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ നിറഞ്ഞ് ഇരിപ്പായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. പ്രതികരണം വളരെ മോശമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തില്ല. ഇപ്പം ചേച്ചി എന്നോട് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. അത്രയും ആളുകൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അൻവർ ഇതെന്ത് പറ്റിയെന്താ പറ്റി, ഷുഗർ വല്ലതും പിടിച്ചോ, എന്തെങ്കിലും അസുഖം വല്ലതും വന്ന് പോയതാണോ, ശരി എന്താ പറ്റി, ഭയങ്കര കവളൊക്കെ പൊട്ടി. അവർക്ക് ഏറ്റവും വലിയ ഇത് ശരീരം കുറഞ്ഞതിൽ ഒരു വിഷയമില്ല, മുഖത്തുള്ള കൊഴുപ്പും കൂടെ അത്രയ്ക്ക് വലിയ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും തോന്നുന്നില്ല. അൻവറിന് എന്താണ് തോന്നുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് ഒത്ത് താളം തുള്ളുക ചെയ്തത് നമ്മുടെ കംഫർട്ടാണ് ഏറ്റവും വലുത്. അതെ, ഇനിയിപ്പോ ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ വലിച്ചു മാറി ആഹാരം കഴിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇനി അത് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം. 18 കിലോ കുറയ്ക്കണമെങ്കിൽ ചെറിയ കാര്യം 5 മാസം കൊണ്ട് കുറച്ചാൽ
പക്ഷെ ഒരു ഡോക്ടർ അത്രയും അത് അഡ്വൈസ് ചെയ്യുന്നുണ്ടോ? ഡോക്ടേഴ്സിന് സമമായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. അത്രയും നല്ല ടിപ്സൊക്കെ പറഞ്ഞിരുന്നു. നല്ല കൂട്ടുകാരുണ്ട്. ഹെൽത്തി ആയിട്ട് ആദ്യമൊക്കെ എനിക്ക് ചെറിയ മറവി പോലെയൊക്കെ സംഭവിച്ചിരുന്നു. ഏതോ ഒരു മാസം 5 കിലോയ്ക്ക് മുകളിൽ കുറച്ചിരുന്നു. അപ്പോൾ വരികൾ ഈ 1-2 സ്റ്റേജിൽ വരിയൊക്കെ മറന്നു വരുന്നു. പിന്നീട് ഞാനിപ്പോൾ ഇത് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിധുവിനെ വിളിച്ചു. വിധു പ്രതാപ് ഇതേപോലൊരു ഇതെടുത്ത ആളാണ്. ഞാൻ വിധുവിനെ വിളിച്ചാൽ വിധു എനിക്ക് ഇങ്ങനൊരു പ്രശ്നം പറ്റി, എന്താ ചെയ്യേണ്ടത്? വിധു പറഞ്ഞ് അന്ന് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അത് മാറിക്കോളൂ. എനിക്കും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും 1-2 സ്റ്റേജിൽ വരികളൊക്കെ മറന്നു പോയിരുന്നു. ഒന്നും പേടിക്കണ്ട, ഇത് കണ്ടിന്യൂ ചെയ്തോ, മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് ധൈര്യമായി. പിന്നീട് ഇത് പറഞ്ഞതുപോലെ തന്നെ 2-3 ആഴ്ച പിന്നെ ശരിയായി. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാലേ പ്രശ്നം. കഴിച്ചാൽ ഇനി ഭയങ്കര പ്രശ്നമാണ്. ശരീരം കൂടുമ്പോഴൊക്കെ ഒരു തോന്നൽ, കൂടിയില്ലെങ്കിലും മനസ്സിന് ഭയങ്കര തോന്നൽ, ഭയങ്കര ഹെവി ഫുഡ് കഴിച്ചാൽ ഹെവി ഫുഡായിട്ട് തന്നെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ആയി, അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മറവി വന്നിരുന്നു, വരികൾ മറന്നു വരുന്നു. ചില നമ്പേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഫോൺ നമ്പറിൽ മറന്നു, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നീട് വരികൾ എങ്ങനെയെന്ന് അറിയുമോ, വരികൾ നമ്മൾ നോക്കി ഇങ്ങനെ പാടുമ്പോൾ ഒരു വരിയിൽ നിന്ന് തൊട്ടടുത്ത വരിയിൽ എത്തിയിരിക്കണം നമ്മളെ കണ്ണെങ്കിലേ. ആദ്യത്തെ ഒരു മുളത്തെ വരി പാടുമ്പോൾ തൊട്ടടുത്ത വരിയിൽ വരണം. പക്ഷെ ആ മെമ്മറി കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല തലയിലേക്ക്. അങ്ങനെ 1-2 വരികളൊക്കെ മാറിപ്പോയിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നം. നമുക്കൊരു തമിഴ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് സൗണ്ട് പറഞ്ഞു. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തും കാണാതവും ഉരുവും കണ്ണുക്കുള്ളേ നിൽക്കും. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തും കാണാതവും ഉരുവും കണ്ണുക്കുള്ളേ നിൽക്കും. வராத நதிக்கரையோரம் ஒரே ஒரு பார்வைய பார்த்து புறாவே நில்லுன்னு சொன்ன கண்ணாவா ஓடி மறைஞ்சேன். வராத நதிக்கரையோரம் ஒரே ஒரு பார்வைய பார்த்து புறாவே நில்லுன்னு சொன்ன கண்ணாவா ஓடி மறைஞ்சேன். கண்ணில் வரும் காட்சியெல்லாம் கண்மணியே உறுத்தும் കാണാതവും ഉരുവും കണ്ണുക്കുള്ളേ നിൽക്കും. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തും കാണാതവും ഉരുവും കണ്ണുക്കുള്ളേ നിൽക്കും. അൻവർ, ഒരു മ്യൂസിക്കൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ സമയം പോയതറിയില്ല. താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച ചേച്ചിക്കും നമ്മുടെ കൗമുദി ടിവിയിലെ എല്ലാ നല്ല സുഹൃത്തുക്കളെയും ഞാൻ മനസ്സിൽ നല്ലപോലെ ഈ ഒരു സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സന്തോഷം. താങ്ക് യു സോ മച്ച്.